ഈ റിയയുടെ കസ്റ്റഡിയില് എന്തായാലും അവനുണ്ട്. രണ്ടുപേരും കൂടി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ മുന്നോടിയായിട്ടാ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതും. കല്യാണം മുടക്കാനുള്ള എന്തെങ്കിലും പദ്ധതി അവർക്ക് കാണും. അതെ, ഇനി എന്തു പറഞ്ഞു മുടക്കാനാ? എന്റെ പൊന്നു മാഷെ, നമ്മളിപ്പോ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? നമ്മുടെ രണ്ടുപേരുടെയും മുന്നിൽ ബാലു ഇല്ല. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിലും ബാലു ഇല്ല. നമുക്ക് നമ്മുടെ കാര്യം മാത്രം ചിന്തിച്ചാ പോരെ? പോരെ? മതിയോ? എന്നാലേ ശൃംഗരിച്ചതും മതി. ഫോൺ വെച്ചേ. അല്ല, വെക്കല. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാണ്ട്. അതിനൊക്കെ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. ആ, എന്നാലേ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ആ, കുറച്ച് കഴിഞ്ഞ് വിളിക്കണ്ട, രാത്രി വിളിച്ചാ മതി. ദേ എന്റെ ആമി എന്റെ അടുത്ത് വന്ന് നിൽക്കുക. നമ്മൾ എന്താ പറയുന്നെന്ന് കേൾക്കാൻ ഞാൻ ഫോൺ ആമിയുടെ കയ്യിൽ കൊടുക്കാൻ പോവാ. അയ്യോ, വേണ്ട. എന്റെ പൊന്നെ, നാണം കെടുത്തല്ലേ പ്ലീസ്. എന്നാ പിന്നെ ഫോൺ വെച്ചിട്ട് മോൻ പോയേ. ആ ശരി. മോളെ, എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ ഡ്രൈവറോട് പറഞ്ഞ് വണ്ടി എടുത്ത് പോണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? മമ്മി, ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു, ആർട്ട് എക്സിബിഷൻ. ഞാൻ അതൊന്ന് കാണണമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. എവിടെ ആയാലും പറഞ്ഞിട്ട് പോണം, അങ്ങനെയാ വേണ്ടത്. നീ ആ സിദ്ധുനെ നോക്ക്, പ്രായം ഇത്രയായി. എവിടെ പോന്നെങ്കിലും ഒരു മെസ്സേജ് എങ്കിലും തന്നിട്ടല്ലേ പോകൂ. മമ്മി, ആ എക്സിബിഷൻ ഇന്നും കൂടെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഓട്ടോറിക്ഷ വിളിച്ചു പോയത്. ഇനി അതൊന്നും പറ്റില്ല, പ്രായമായിക്കൊണ്ടിരിക്കുക. പ്രായമായ പെമ്പിള്ളേരെ പുറത്തു പോയാൽ എന്താ മമ്മി കുഴപ്പം? ആ, സൊണാലിയില് ഇവിടെ ഇളയ മോളല്ലേ? പേരുദോഷം ഉണ്ടായ സൊണാലിക്കല്ലേ? ആ വകതിരിവ് ഇവക്കില്ലല്ലോ. ഉണ്ടെങ്കി ഇങ്ങനെ പോവോ? ഡേ, ഞാൻ പ്രായപൂർത്തിയായ പെൺകുട്ടിയാണെന്ന് സമ്മതിച്ചല്ലോ. പക്ഷെ പുറത്തിറങ്ങിയ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുമെന്ന് വിചാരിക്കുന്നതാ തെറ്റ്. എന്നാലും എന്റെ ചേച്ചി ഏത് കാലത്താ ജീവിക്കുന്നേ? കഷ്ടം. അതിനേക്കാൾ മാനക്കേടുണ്ടാക്കുന്ന രണ്ടെണ്ണാണല്ലോ ഈ നിൽക്കുന്നത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി ബാധിച്ച് ജയിച്ച നാടത്, മറക്കല്ലേ? മമ്മി, പറയാതെ പോയത് തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇനി മമ്മിയോട് പറയാതെ ഞാൻ എങ്ങും പോവില്ല. മോളെന്തെങ്കിലും കഴിച്ചായിരുന്നു? ഇല്ല മമ്മി, ഞാൻ കഴിക്കാം. സുജാതെ, താരോട് കഴിക്കാൻ ഒന്ന് നിന്നേ. വാ, ഞാൻ ചോദിക്കട്ടെ. രാവിലെ ഇവിടുന്ന് ഓട്ടോ വിളിച്ചോണ്ട് പോയതല്ലേ? ഞങ്ങളോട് പറ, ആരെ കണ്ടു, എവിടെ പോയി, പുതിയ ഫ്രണ്ട്സ് ആണോ പഴയ ഫ്രണ്ട്സ് ആണോ? നീ ശരത്തിന്റെ കൂടെ അല്ലേടി പോയത്? പറ, നീ അവന്റെ കൂടെ തന്നെല്ലേടി പോയത്? ചോദിച്ചതിന് മറുപടി പറ. അല്ല, ശരത്തേട്ടന്റെ കൂടെ പോയ എന്താ കുഴപ്പം? മുന്ന ചേച്ചിക്ക് അതില് വിഷമമുണ്ടെങ്കിലേ ശരത്തേട്ടനോടൊന്നും പറഞ്ഞാ മതി. കേട്ടോ? ഞാനേ ഇനിയും പോവും. പോവും. കാണാം, നമുക്ക് കാണാം. ശരി. ഇതൊരു നടക്ക് പോവില്ല. സിദ്ധുവും അപർണയുമായുള്ള കല്യാണം മുടങ്ങേണ്ടത് എന്റെയും നിങ്ങളുടെയും ആവശ്യം. പക്ഷെ മുടക്കണമെന്ന് പറഞ്ഞ ഒന്നുകിൽ ബാലു വരണം. ബാലു വന്ന് അവന്റെ അവകാശം പറഞ്ഞ് അപർണയെ തിരിച്ചു തരണമെന്ന് പറയണം. പക്ഷെ ബാലു എവിടെയാന്ന് അറിയില്ലല്ലോ. ബാലു കൊല്ലപ്പെട്ടെങ്കിലോ? കൊല്ലപ്പെട്ടെന്നോ? എന്തൊക്കെ പറയുന്നേ? അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ. പക്ഷെ അവൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം
ഈ ഭൂമിയിൽ അറിയാവുന്നത് എനിക്ക് മാത്രമായിരുന്നു. അവനെ ഞാൻ സംരക്ഷിച്ചു കഴിഞ്ഞ 7-8 മാസം. പക്ഷെ അവൻ ജീവിച്ചിരിക്കരുതെന്നും കൊല്ലപ്പെടണമെന്നും ആഗ്രഹിച്ചിരുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ. സിദ്ധു. അത് സിദ്ധു ആണ്. പിന്നെ അപർണയും. സിദ്ധുവോ? എന്തോ ഈ പറയുന്നേ? അല്ല, സിദ്ധുവിനെന്താ ഇതിൽ ഇൻവോൾവ്മെന്റ്? ബാലു അപർണയും ആയിട്ടുള്ള കല്യാണം അവരുടെ വീട്ടുകാർ തീരുമാനിച്ചത് അവളുടെ ഇഷ്ടമില്ലാതെയാണ്. കാരണം അപർണ നിങ്ങളുടെ സിദ്ധുവായിട്ട് അതിനു മുന്നേ തന്നെ അടുപ്പത്തിലായിരുന്നു. നിങ്ങൾക്കറിയില്ലായിരുന്നു. അപർണയും ബാലുവായിട്ടുള്ള വിവാഹ നിശ്ചയത്തിന് അവന്റെ കൊളികായെ എന്നെയും വിളിച്ചിരുന്നു. കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഈ സിദ്ധാർത്ഥും അപർണയും മംഗലാപുരത്ത് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് പോയി. അപ്പൊ അവൻ ഈ ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നത് അതിനായിരുന്നല്ലേ? അവൻ അന്ന് തിരിച്ചു വന്നപ്പോഴേ വണ്ടിക്കകത്തൊരു നെക്ലേസും ഉണ്ടായിരുന്നു. അവനത് തിരിച്ചുകൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. ശരിയേ, അന്നേ ഞങ്ങൾ സംശയിച്ചത്. അവിടെ നിന്നുകൊണ്ട് അപർണയും സിദ്ധാർത്ഥും ചേർന്ന് നാട്ടിലുള്ള ബാലുവിനെ അങ്ങോട്ട് വരുത്തിച്ചത്. മംഗലാപുരത്തെ ഹിൽ ടോപ്പ് സ്റ്റേഷനില് അവര് റൂമെടുത്ത് താമസിച്ചിരുന്നു. ബാലു ചതിക്കപ്പെടുമായിരുന്നെന്ന് അവൻ അറിയില്ലായിരുന്നു. എനിക്കതിലെന്തോ പന്തികേട് തോന്നി. ബാലു എന്നെയും മംഗലാപുരത്തേക്ക് കൂട്ടിന് വിളിച്ചു. അപർണയുടെ മുമ്പിൽ വെച്ച് ബാലു കൊക്കയിലേക്ക് വീണ് മരിച്ചെന്നാണല്ലോ ഈ പോലീസ് FIR ഇട്ടിരിക്കുന്നത്. എന്നാ സംഭവിച്ചത് അതൊന്നും അല്ലായിരുന്നു. അവനെ വകവരുത്തിയെന്ന് വിശ്വസിച്ച് അപർണയും സിദ്ധാർത്ഥും നാട്ടിലേക്ക് മടങ്ങി. അതിനുശേഷമുള്ള കാര്യങ്ങള് നിങ്ങൾക്കറിയാലോ. അപർണയെ ഓഫീസ് സ്റ്റാഫ് ആക്കുന്നു, പ്രമോഷൻ കൊടുക്കുന്നു, കല്യാണം വരെയുള്ള കാര്യങ്ങൾ. പക്ഷെ പോലീസിന്റെ അന്വേഷണത്തിൽ
ബാലു ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞ ആ നിമിഷം ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് അവൻ എങ്ങനെയോ അന്വേഷിച്ചെത്തി. അവന്റെ ലക്ഷ്യം ജീവിച്ചിരിക്കുന്ന ബാലുവിനെ എങ്ങനെയോ ഇല്ലാതാക്കണം. അപർണയായിട്ടുള്ള അവന്റെ വിവാഹം നടക്കണം. അവർക്ക് രണ്ടുപേർക്കും അന്നും ഇന്നും ശത്രു ബാലുവാണ്. ബാലുവിനെ അവൻ ഇല്ലാതാക്കി. അതാ ഞാൻ പറഞ്ഞത്, കൊല്ലപ്പെട്ട് കാണുമെന്ന്. ആരേച്ചി ഈ പാതിരാത്രിക്ക് സിദ്ധുവേട്ടനാ വിളിക്കുന്നെ. ഈ മനുഷ്യന് ഉറക്കമൊന്നുമില്ലേ? നീ മിണ്ടാതിരിക്കും. അതെ, ഉറങ്ങിയില്ലായിരുന്നോ? താൻ ഉറങ്ങിയില്ലേ? ഫസ്റ്റ് റിംഗ് ഇതന്നെ അറ്റൻഡ് ചെയ്തല്ലോ. എന്റെ മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിഷമിച്ചിരിക്കുവായിരുന്നു. അതെ, എന്നെയും കുറെ വിഷമിപ്പിച്ചല്ലേ. അതിനിങ്ങനെയാണോ പ്രതികാരം ചെയ്യുന്നത്? എടോ, അതെ, നമുക്കേ നൈറ്റ് റൈഡിന് പോയാലോ? എപ്പോഴോ? ഇപ്പൊ തന്നെ. എന്താ, ഇപ്പൊ പോയിക്കൂടെ? ഈ പാതിരാത്രിക്ക് എങ്ങനെ പോവാനാ? എന്റെ പൊന്നുമോളെ, നമുക്കിപ്പോഴേ രാത്രിന്നോ പകലെന്നോ അങ്ങനെ ഒന്നുമില്ല. ഞാൻ ദേ വണ്ടിയെടുത്ത് ഇവിടുന്ന് ഇറങ്ങാൻ പോവാ. ഗേറ്റിന്റെ അവിടെ എത്തിയ അപ്പൊ തന്നെ വിളിക്കും, ഇറങ്ങി വന്നേക്കണം. അതെ, ആമിയോടൊന്നും പറഞ്ഞാൽ സമ്മതിക്കത്തില്ല, പ്രശ്നമാവും. എടോ, ഇതൊക്കെ ആമിയോട് ആരാ പറയുന്നേ? നാണല്ലേ ആമിയോട് ഇതൊക്കെ പറയാൻ? അതെ, കാഞ്ചുല്ലേ, അവൾ എന്റെ കൂടെ കിടന്ന് ഉറങ്ങുവാ. ആ, അപ്പൊ അവളോട് പതുക്കെ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞാ മതി. ദേ പെട്ടെന്ന് റെഡിയായിട്ട് ഗേറ്റിലോട്ട് ഇറങ്ങിക്കോ. ഞാൻ ദേ എത്തിക്കഴിഞ്ഞു. എത്താറായിരുന്നോ? ഞാൻ ദേ ഇവിടുന്ന് ഇറങ്ങാൻ പോവാ. റെഡി ആയി കഴിഞ്ഞു. താനൊന്ന് ഡ്രസ് മാറി ഇറങ്ങാൻ നോക്കിയേ. പെട്ടെന്നാവട്ടെ, സമയം കളയല്ലേ. ഞാൻ ആ ഫോൺ ഓഫ് ചെയ്ത് വെക്കണേ പ്ലീസ്. കാഞ്ചു, എടി, ഗേറ്റിന്റെ കീ എവിടെയായിരിക്കുന്നേ? ഗേറ്റിന്റെ കീയോ? എന്തിന്? എടി, എനിക്കൊരു ഹെൽപ്പ് വേണം. ഹെൽപ്പോ? പതിയെ സംസാരിക്കടി നീ ഒന്ന്. അതെ, സിദ്ധുവേട്ടൻ ഇപ്പൊ ഒന്ന് ഗേറ്റിന്റെ അടുത്ത് വരും. എന്തുവാ?
സിദ്ധുവേട്ടനെ ഒരു നൈറ്റ് ഡ്രൈവ് പോവാന്ന് പറഞ്ഞു. അയ്യേ, നൈറ്റ് ഡ്രൈവോ? ഉം. അവനിഷ്ടം വട്ടാണോ? വട്ട് സിദ്ധുവേട്ടനല്ലടി, വട്ട് എനിക്കാ. ഞാനേ വൈകുന്നേരം വെറുതെ ഒന്ന് പറഞ്ഞതാ നൈറ്റ് ഡ്രൈവ് പോവാന്ന്. അയ്യോ, എന്നാ ആമിയോട് പറ, ആമി തുറന്നു തരും. ഷോ, ആമി അതിന് സമ്മതിക്കത്തില്ല. നീ ഒന്ന് എഴുന്നേറ്റ് വാ. ആ പറ്റൂല, പ്ലീസ്. ഞാനില്ല. വാ, ഒന്ന് എഴുന്നേറ്റ് വാ. ചേച്ചി. Please. വാ, അല്ല, ഈ ഡ്രസ് ഇട്ടോണ്ടാണോ നൈറ്റ് ഡ്രൈവിന് പോകുന്നത്? അതൊക്കെ ഞാൻ മാറ്റിക്കോളാം. നീ ഒന്ന് എഴുന്നേറ്റ് വാ. വാ. ചേച്ചിയുടെ കാര്യം. വാ, വാ, വാ. ചേച്ചി ചേച്ചി, അങ്ങനെയാണെങ്കിലേ ഉറപ്പായിട്ടും സിദ്ധു ഈ കേസിലെ 1ാം പ്രതിയാ. അത് ഉറപ്പാ. സിദ്ധുവിന് അപർണയുമായിട്ട് വളരെ നേരത്തെ തന്നെ കണക്ഷൻ ഉണ്ട്. അവള് ഫാഷൻ റാണിയായിട്ട് കുറെ നാളായല്ലോ. ഇത് പഴയ കണക്ഷൻ തന്നെയായിരിക്കും. ആണ് ചേച്ചി. ഈ സിദ്ധു അന്ന് ഇവളെ കുറിച്ച് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. ഒരുമിച്ച് പഠിച്ചതാന്ന്. എന്റെ അടുത്ത് മാത്രമല്ല, ഉലഹന്നാൻ സാറിന്റെ അടുത്തും പറഞ്ഞു. എന്റെ അടുത്ത് അവനത് പറഞ്ഞിട്ടുണ്ടടി. അപ്പൊ ഉറപ്പാ ചേച്ചി, ബാലുവുമായിട്ടുള്ള കല്യാണം വീട്ടുകാരുറപ്പിച്ചപ്പോ ഇയാളെ ഒഴിവാക്കാൻ അവള് ഇവനും കൂടെ കൊട്ടേഷൻ കൊടുത്തതാ. ബാലുവിനെ ഒഴിവാക്കാൻ ഇവനും അവളും തീരുമാനിച്ചു. മംഗലാപുരത്ത് എത്തിക്കുകയും ചെയ്തു. എന്തോ ഭാഗ്യത്തിന് അവൻ രക്ഷപ്പെട്ടു റിയയുടെ അടുത്തെത്തി. അപ്പൊ റിയ പറഞ്ഞത് 100% ശരിയാ. അവൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് അന്വേഷിച്ചറിഞ്ഞ ആ നിമിഷം ബാലു പുറത്ത് വരാതിരിക്കാൻ വേണ്ടി ഇവൻ ചെയ്തതാ. കൊന്നു കളഞ്ഞു കാണും ചേച്ചി. അവളുമായിട്ടുള്ള കല്യാണം നടക്കണമെങ്കിലേ ബാലു തിരിച്ചു വരാതിരിക്കണല്ലോ. എന്നാലും ഈ സിദ്ധുവേ, ഇവനെങ്ങനെ സിദ്ധു അല്ലേ? ഇവനത് എവിടെ പോവാ? സിദ്ധു ഈ സമയത്ത് എവിടെ പോവാ? എന്താ? സിദ്ധു ഈ സമയത്ത് ആരും അറിയാതെ രഹസ്യമായി വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ട്. എങ്കിലും ഉറപ്പാ, ഫോളോ ചെയ്താ അറിയാം. ബാലു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അങ്ങോട്ടേക്കായിരിക്കും പോയിരിക്കുന്നത്. നിങ്ങൾ ചെല്ല്. എന്തായാലും ഞങ്ങൾ ഫോളോ ചെയ്യാം. ചെല്ല് ചെല്ല്. പോയി കിടന്നോ. ശരി, ഞങ്ങൾ വിളിച്ചോളാം. പുറത്ത് നല്ല മഴയുണ്ട്. കൊട എവിടെയാടി? നിക്ക്, ഞാൻ എടുത്തിട്ട് വരാം.
പതുക്കെ. ആ, വണ്ടി അവിടെ കിടപ്പുണ്ട്. നീ കീങ്ങി തന്നെ. പുറത്ത് നല്ല മഴയുണ്ട്. ആ പ്രണയമഴയാ, നല്ലതാ. പനിച്ച് കിടക്കാണ്ടിരുന്നാ മതി. താങ്ക് യു. നീ ഡോറ് ചാരിയിരുന്നാ മതി, ഞാൻ പെട്ടെന്ന് വരും. ബൈ. കാഞ്ചു, നീ പോടി. പൊക്കോ പൊക്കോ. ചാരിട്ട് പോ.